Welcome to the online session of Industrial Management and Safety. Today's topic is critical path method of managing a project. During the last class, we have discussed some of the introduction part. I've seen the syllabus and the syllabus of the third module in detail and the outcome of the module, and we have defined what is a project. I discussed planning and scheduling. We also learned about the network analysis of project management. I've seen the application of two project management techniques, that is CPM and PERT, critical path method and program evaluation and review technique. Today we will look into the terms used in critical path method. We have listed the terms during the last lecture, that is the terms involved in critical path method: activity, event, dummy activity, concurrent operations or concurrent activities, earliest finish time EFT, latest finish time, in short LFT, critical activity, critical path, total project time, float or slack. These are the terms involved in critical path method, and we'll see some of the network diagram and the logic of each diagram, and see the procedure of critical path method, and finally we'll do some problems, numerical problems on critical path method. അതിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ആക്ടിവിറ്റി. ആക്ടിവിറ്റി എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രീഫായിട്ട് പറഞ്ഞതാണ്. ആക്ടിവിറ്റീനെ തന്നെ ഓപ്പറേഷൻ അല്ലെങ്കിൽ ടാസ്ക് എന്നും വിളിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ പ്രൊജക്റ്റ് എന്നത് ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് ഈ ആക്ടിവിറ്റീസിനെല്ലാം ഇൻഡിവിജ്വലായിട്ട് നമ്മൾ അറ്റൻഷൻ കൊടുത്ത് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓരോ പ്രൊജക്റ്റിലും നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഏതൊരു ഇൻഡിവിജ്വൽ ഓപ്പറേഷൻ റിസോഴ്സ് ആൻഡ് ടൈം കൺസ്യൂം ചെയ്യുന്നതാണ്. ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റി അതിൽ റിസോഴ്സ് ഇൻവോൾവ് ആവും, ടൈം ഇൻവോൾവ് ആവും. മാത്രമല്ല ഈ ആക്ടിവിറ്റിക്ക് ഒരു ഫിക്സഡ് ബിഗിനിങ്ങും അതുപോലെ എൻഡും ഉണ്ടാവും ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റീസ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഹീറ്റ് എഞ്ചിൻ ലാബിൽ ഒരു പുതിയ സെറ്റപ്പ് എറക്ഷൻ ചെയ്യാനായിട്ട് പോവുകയാണ്. ആ സമയത്ത് നമ്മൾ സപ്പോസ് ഇപ്പോൾ 4 സിലിണ്ടർ എഞ്ചിൻ്റെ ലോഡ് ടെസ്റ്റിനുള്ള ഫെസിലിറ്റിയാണ് അവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇത് പ്രൊജക്റ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ പെർട്ടിക്കുലർ ടെസ്റ്റ് റിഗിൻ്റെ സ്പെസിഫിക്കേഷൻ, കൊട്ടേഷൻ മുതൽ ഷിഫ്റ്റിംഗ്, മാത്രമല്ല എറക്ഷൻ്റെ സമയത്ത് നമ്മൾക്ക് ഫൗണ്ടേഷൻ, സ്പെഷ്യൽ ഫൗണ്ടേഷൻ, വൈബ്രേഷൻ അബ്സോർബ് ചെയ്യാനുള്ള സ്പെഷ്യൽ ഫൗണ്ടേഷൻ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്കൊരു ആക്ടിവിറ്റി ആയിട്ട് പരിഗണിക്കാം. ഫൗണ്ടേഷൻ ഉണ്ടാക്കിയതിന് ശേഷം ഫൗണ്ടേഷൻ ബോട്ടിൽ നമ്മുടെ ഈ ടെസ്റ്റ് റിഗ് വെച്ചതിന് ശേഷം ബോൾട്ട് ചെയ്യലാണ് ചെയ്യുക. ഇപ്പൊ ഈ ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കൊട്ടേഷൻ, അതുപോലെ ഫൗണ്ടേഷൻ, എറക്ഷൻ ഓഫ് ഫൗണ്ടേഷൻ, ഷിഫ്റ്റിംഗ്,
മൗണ്ടിങ് ഓഫ് ദ ടെസ്റ്റ് റിഗ് എല്ലാം നമുക്ക് ആക്ടിവിറ്റി ആയിട്ട് പരിഗണിക്കാം. ഈ എല്ലാ ആക്ടിവിറ്റിക്കും നമ്മളൊരു പ്രത്യേക സമയം തീരുമാനിച്ച് പ്രത്യേക എൻഡിങ്ങും പ്രത്യേക ബിഗിനിങ്ങും തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ ഈച്ച് ആൻഡ് ഇതിനെ നമ്മൾ ആക്ടിവിറ്റി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. നമ്മളൊരു നെറ്റ്വർക്ക് അനാലിസിസിൽ ആക്ടിവിറ്റി എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ റൈറ്റ് സൈഡ് കാണിച്ചിരിക്കുന്ന ഫിഗർ. ഇതില് ഒരു ആരോ മാർക്ക് ഉണ്ട്. ആരോന്റെ രണ്ട് എൻഡിലും രണ്ട് സർക്കിൾ വരച്ചിട്ടുണ്ട്. മാത്രമല്ല ആരോന്റെ മുകളിൽ ഒരു ആൽഫബറ്റ് ഉണ്ട്, ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ സിലബസിൽ ഡീൽ ചെയ്യാൻ പോകുന്നത് ആക്ടിവിറ്റി ഓൺ ആരോ അല്ലെങ്കിൽ AOA മെത്തേഡ് എന്നാണ് ഈ മെത്തേഡിനെ പറയുക. അതായത് നമ്മുടെ ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റീസ് ഒരു ആരോന്റെ മുകളിൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ AOA മെത്തേഡ് അല്ലെങ്കിൽ ആക്ടിവിറ്റി ഓൺ ആരോ മെത്തേഡ് എന്നാണ് പറയുക. ഇതിൽ ആക്ടിവിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ആരോ മാർക്കാണ്. ഈ ആൽഫബറ്റ് A എന്ന് പറയുന്നത് ആക്ടിവിറ്റിയുടെ നെയിമാണ്. ഈ നെയിമിന് സ്പെസിഫിക് മീനിങ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പ്രൊക്യൂർമെന്റ് ഓഫ് സംതിങ്, അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻ, ബിഗിനിങ് ഓഫ് ടെസ്റ്റിംഗ്, അങ്ങനെ പല എന് പല മീനിങ് ഉണ്ടാവും. ഈ റൈറ്റ് സൈഡ് കാണുന്ന ഈ ഡിജിറ്റ് ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് ആക്ടിവിറ്റീസിന്റെ ഡ്യൂറേഷൻ ആണ്. ഇപ്പോൾ A എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റി 15 യൂണിറ്റ്സ്, 15 ഇത് ടൈമാണ് സാധാരണ വരിക. മിനിറ്റില്, അവറില്, ഡേയില്, വീക്കില്, മന്തില്, ഇയറിലൊക്കെ നമുക്ക് ഈ ഡ്യൂറേഷൻ ഓഫ് ആൻ ആക്ടിവിറ്റി നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ പ്രൊജക്റ്റിൽ ഇൻവോൾവ് ചെയ്യുന്ന പല പ്രൊജക്റ്റും ഇൻവോൾവ് ചെയ്യുന്ന എക്സ്കവേഷൻ ഓഫ് ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ നമ്മൾ ഒരു കോൺക്രീറ്റിൽ പ്ലേസ് ചെയ്യുന്നത്, വാൾ കൺസ്ട്രക്ട്, സിവിൽ കൺസ്ട്രക്ഷനിൽ വാൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്, പ്ലംബിംഗ് വർക്കുകള്, ഇലക്ട്രിക്കൽ വർക്കുകള്, ഇങ്ങനെയെല്ലാം നമുക്ക് ആക്ടിവിറ്റീസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഈ ആക്ടിവിറ്റീസിന്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ബിഗിനിങ്ങും അതുപോലെ എൻഡിങ്ങും ഉണ്ടാവും. മാത്രമല്ല ഈ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് റിസോഴ്സ് കൺസ്യൂം ചെയ്യും. റിസോഴ്സ് എന്ന് പറയുന്നത് ടൈം ആവാം, മാൻ പവർ ആവാം, മെറ്റീരിയൽസ് ആവാം. ആക്ടിവിറ്റി എന്ന് പറയുന്നതും ഓപ്പറേഷൻ എന്ന് പറയുന്നതും ടാസ്ക് എന്ന് പറയുന്നതും എല്ലാം സെയിം മീനിങ് തന്നെയാണ്. അടുത്ത ടേം ഇവന്റ്. ഇവന്റ് എന്നത് സിഗ്നിഫൈ ചെയ്യുന്നത് ഒരു ആക്ടിവിറ്റിയുടെ കംപ്ലീഷനും അതുപോലെ ബിഗിനിങ്ങും മാർക്ക് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ ഇവന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പ്രൊജക്ടിന്റെ സ്റ്റാർട്ടിങ്ങിൽ പെർട്ടിക്കുലർ ഇവന്റ് ഉണ്ടാവും. അതുപോലെ എൻഡില്, ആ പ്രൊജക്ടിന്റെ എൻഡില് എന്തായിരിക്കും ഇവന്റ്? പ്രൊജക്ട് കംപ്ലീറ്റഡ്, അതായിരിക്കും പ്രൊജക്ടിന്റെ എൻഡിലെ ഇവന്റ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി കംപ്ലീറ്റഡ്. ഇതിലിപ്പോ ഒരു പ്രോജക്റ്റിനകത്ത് കുറെ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പൊ ആക്ടിവിറ്റീസ്, ഫസ്റ്റ് ആക്ടിവിറ്റി തുടങ്ങുന്ന സമയത്ത് ഒരു ഇവന്റ് ഉണ്ടാവും. ആ ഇവന്റും ഏറ്റവും അവസാനത്തെ ആക്ടിവിറ്റിയുടെ ഇവന്റും മാത്രം തന്നെ ഒരു സിംഗിൾ റോൾ ഉണ്ട്. ബാക്കി എല്ലാ ഇവന്റ്സിനും ഡ്യുവൽ റോളാണ്. ഡ്യുവൽ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ടിവിറ്റി അടുത്ത ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസ് മാർക്ക് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ഫിഗറിൽ കാണുന്നത് രണ്ട് ഇവന്റ്സ് ആണ്. ഒന്ന് സ്റ്റാർട്ട് എക്സ്കവേഷൻ ഓഫ് ഫൗണ്ടേഷൻ, അതുപോലെ ഫിനിഷ് എക്സ്കവേഷൻ ഓഫ് ഫൗണ്ടേഷൻ. ആക്ടിവിറ്റി എ എന്ന് പറയുന്നത് എക്സ്കവേഷൻ ഓഫ് ഫൗണ്ടേഷൻ ആണ്. ഇറ്റ് കൺസ്യൂംസ് 15 യൂണിറ്റ്സ് ഓഫ് ടൈം. ഇറ്റ് മേ ബി ഇൻ അവേഴ്സ്, ഡേയ്സ് ഓർ മന്ത്, ഇറ്റ് ഡിപെൻഡ്സ്. ഇതിൽ മാർക്ക് ചെയ്ത 1 എന്നത് ഒരു ഇവന്റ് ആണ്, 2 എന്നത് ഒരു ഇവന്റ് ആണ്. ഇവന്റ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു സർക്കിൾ ചെയ്തിട്ടുള്ള ഒരു സിമ്പിളാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് മറ്റു പല ജോമെട്രിക്കൽ ഷേപ്പുകളും ഇവന്റ് മാർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഫോർ അവർ കൺവീനിയൻസ് നമ്മളിപ്പോൾ സർക്കിൾ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ 2 എന്നതും ഒരു ഇവന്റ് ആണ്, അതും സർക്കിൾ ചെയ്തിട്ടുണ്ട്. ഈ ഇവന്റിനെ തന്നെ നമ്മൾ നോഡ് എന്നും കണക്ടർ എന്നും വിളിക്കും. നോഡ്, കണക്ടർ, ഇവന്റ് എന്നതൊക്കെ ഒരേ മീനിങ് ആണ് ഉള്ളത്.
ഇനി ആക്ടിവിറ്റീസ് നമ്മൾ ലോജിക്കൽ സീക്വൻസിൽ അറേഞ്ച് ചെയ്യുന്നതാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ആ നെറ്റ്വർക്കിൽ ഈ ഇവന്റ് നമ്പർ ചെയ്യുന്നത് ഒരു ഓർഡറിലാണ്. നമ്മൾ സാധാരണ ന്യൂമറിക്കൽ വാല്യൂ ആണ് ഉപയോഗിക്കുക. പ്രൊജക്ടിന്റെ സ്റ്റാർട്ടിങ്ങിൽ 1 സ്റ്റാർട്ട് ചെയ്ത് തുടർന്നുള്ള ഓരോ ആക്ടിവിറ്റിക്കും 2, 3, 4 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇവന്റിനെ നമ്പർ ചെയ്യും. സക്സസർ ഇവന്റ് ആൻഡ് പ്രീഡിസസർ ഇവന്റ്സ്. സക്സസർ ഇവന്റ് എന്ന് പറയുന്നത് ഒരു ഇവന്റിന് ശേഷം വരുന്ന ഇവന്റ്. സക്സസർ എന്നത് പിന്നീട് വരുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ശേഷം വരുന്ന ഇവന്റിനെയാണ് നമ്മൾ സക്സസർ ഇവന്റ് എന്ന് പറയുന്നത്. ഇവന്റ് 2 എന്ന് പറയുന്നത് 1 ശേഷമാണ് വരുന്നത്. അപ്പൊ 2 ഈസ് എ സക്സസർ ഇവന്റ് ഓഫ് 1. അതുപോലെ 3യും 1 സക്സസർ ഇവന്റ് ആണ്. 2 സക്സസർ ഇവന്റ് ഏതൊക്കെയാണ്? 4ഉം 5ഉം 2 സക്സസർ ഇവന്റ്സ് ആണ്. സെയിം ഓപ്പോസിറ്റ് ആണ് അതിന്റെ പ്രീഡിസസർ ഇവന്റ്സ് പറയുന്നത്. ഒരു ഇവന്റിന് മുന്നിൽ വരുന്ന ഇവന്റിനെയാണ് പ്രീഡിസസർ ഇവന്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2 എന്ന ഇവന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1 2 പ്രീഡിസസർ ഇവന്റ് ആണ്. അതുപോലെ 4 എന്ന ഇവന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2ഉം 3യും 4 എന്ന ഇവന്റിന്റെ പ്രീഡിസസർ ഇവന്റ് ആണ്. സപ്പോസ് നമ്മൾ 5 എന്ന ഇവന്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 2, 4, 3 are all predecessor events. Next, pre-operation or predecessor activity. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇവന്റിന്റെ കേസിലാണെങ്കിൽ ഈ കേസിൽ ആക്ടിവിറ്റിയുടെ കേസാണ്. പ്രീ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷന് മുന്നിലുള്ളത് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിക്ക് മുന്നിലുള്ള ആക്ടിവിറ്റിയാണ് നമ്മൾ പ്രീ ഓപ്പറേഷൻ അല്ലെങ്കിൽ പ്രീഡിസസർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മെഷീൻ ഇൻസ്റ്റാളേഷന്റെ എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇൻസ്റ്റാളേഷൻ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് മെഷീൻ ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ മെഷീൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റാളേഷന്റെ പ്രീഡിസസർ ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷൻ എന്നാണ് പറയുക. ചില സമയങ്ങളിൽ ഒരു ഓപ്പറേഷന് മുമ്പ് ഒന്നിലധികം പ്രീ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രീഡിസസർ ആക്ടിവിറ്റീസ് കാണാം. പിക്ചറിൽ കാണുന്നത് 2 ആക്ടിവിറ്റീസ്, ഒന്ന് എയും ഒന്ന് ബിയും. എ കൺസ്യൂംസ് 2 units of time, ബി കൺസ്യൂംസ് 1 unit. 3 events are there, 1, 2 and 3. പ്രീ ഓപ്പറേഷൻ ബി എന്ന ഒരു ഓപ്പറേഷന്റെ പ്രീ ഓപ്പറേഷൻ അല്ലെങ്കിൽ പ്രീഡിസസർ ആക്ടിവിറ്റിയാണ് എ. ഇപ്പൊ ആരോന്റെ മുകളിലാണ് നമ്മൾ ആക്ടിവിറ്റി മാർക്ക് ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, സർക്കിളിനകത്താണ് ഇവന്റ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി പോസ്റ്റ് ഓപ്പറേഷനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു ആക്ടിവിറ്റിക്ക് ശേഷം വരുന്ന ആക്ടിവിറ്റിനെ നമ്മൾ പോസ്റ്റ് ഓപ്പറേഷൻ എന്നാണ് പറയുക. അപ്പൊ നമ്മൾ നേരത്തെ നോക്കിയ എക്സാമ്പിളിൽ മെഷീൻ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടാണ് ചെയ്യുക. അപ്പൊ മെഷീൻ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത് മെഷീൻ ഫൗണ്ടേഷന്റെ പോസ്റ്റ് ഓപ്പറേഷൻ ആണ്. അപ്പൊ ഇതിൽ ഈ ഡയഗ്രാമത്തില് ബി ആക്ടിവിറ്റി ബി അല്ലെങ്കിൽ ഓപ്പറേഷൻ ബി എന്ന് പറയുന്നത് എന്റെ പോസ്റ്റ് ഓപ്പറേഷൻ ആണ്. സെക്കൻഡ് ഡയഗ്രാമില് ആക്ടിവിറ്റി സി എന്ന് പറയുന്നത് എന്റെയും ബിന്റെയും പോസ്റ്റ് ഓപ്പറേഷൻ ആണ്. ഈ നെറ്റ്വർക്ക് അനാലിസിസിൽ ഇത് മീൻ ചെയ്യുന്നത് ആക്ടിവിറ്റി എയും ബിയും കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രം തന്നെ നമുക്ക് ആക്ടിവിറ്റി സി ബിഗിൻ ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഡയഗ്രാം മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡമ്മി ആക്ടിവിറ്റി. ഡമ്മി ആക്ടിവിറ്റി എന്ന് പറയുന്നത് പേര് പറയുന്നത് പോലെ തന്നെ ഡമ്മി, അതായത് അത് റിസോഴ്സ് ഒന്നും കൺസ്യൂം ചെയ്യുന്നില്ല. ടൈം, മാൻ പവർ, മെറ്റീരിയൽ എന്ന റിസോഴ്സ് ഒന്നും ഡമ്മി ആക്ടിവിറ്റി കൺസ്യൂം ചെയ്യുന്നില്ല. ഇത് ഇമാജിനറി ആക്ടിവിറ്റീസ് ആണ്. എന്തിനാണ് ഈ ഇമാജിനറി ആക്ടിവിറ്റീസ് നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസിൽ ചേർക്കുന്നത്, നെറ്റ്വർക്ക് ഡയഗ്രാമിൽ ചേർക്കുന്നത്? അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഒരു നെറ്റ്വർക്കിന് ലോജിക്കൽ സീക്വൻസ് അല്ലെങ്കിൽ ലോജിക്കൽ മീനിങ് നെറ്റ്വർക്കിൽ കൊണ്ടുവരാനായിട്ടാണ് ഈ ഡമ്മി ആക്ടിവിറ്റി നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസിൽ കൺസിഡർ ചെയ്യുന്നത്. സാധാരണ ഡമ്മി ആക്ടിവിറ്റി ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്.
K എന്ന ഇവന്റിൽ നിന്നും L എന്ന ഇവന്റിലേക്ക് ഒരു ഡോട്ടഡ് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇന്ത്യയിൽ ഒരു ആരോ മാർക്ക് ഉണ്ട്. അപ്പൊ അതിന്റെ ഡയറക്ഷൻ K to L ആണ്. മറ്റ് ആക്ടിവിറ്റീസ് IJ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ്, JK എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ്, JL എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ്. മറ്റ് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ഒരു പർട്ടിക്കുലർ റിസോഴ്സ് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഈ KL എന്ന് പറഞ്ഞ ആക്ടിവിറ്റി റിസോഴ്സസ് ഒന്നും കൺസ്യൂം ചെയ്യില്ല. ഇത് എന്തിനാണ് പിന്നെ നമ്മൾ ഈ നെറ്റ്വർക്ക് അനാലിസിസിൽ വെക്കുന്നത്? ഇത് വെക്കുന്നത് ഒരു ലോജിക്കൽ സീക്വൻസ് മീനിങ് നമ്മുടെ ഡയഗ്രാമത്തിന് നൽകാനായിട്ടാണ് ഡമ്മി ആക്ടിവിറ്റി വെക്കുന്നത്. ഈ ആരോ മാർക്കൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് സീക്വൻസ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് IJ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം JL ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നു, LM അതിന് ശേഷം ചെയ്യുന്നു, ലാസ്റ്റ് MN എന്ന ആക്ടിവിറ്റി ചെയ്ത് ഫിനിഷ് ചെയ്യുന്നു. ഇതില് KL എന്ന് പറഞ്ഞ ആക്ടിവിറ്റി ഒരു ഡമ്മി ആക്ടിവിറ്റി ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ LM എന്ന ആക്ടിവിറ്റി ബിഗിൻ ചെയ്യണമെങ്കിൽ നമ്മൾ രണ്ട് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഒന്ന് JL ഉം ഒന്ന് JK ഉം. ഇങ്ങനെ ഡമ്മി ആക്ടിവിറ്റി നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ JK എന്ന് പറഞ്ഞ ആക്ടിവിറ്റി ഇൻഡിപെൻഡന്റ് ആകും. അപ്പൊ JK എന്ന ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രം തന്നെ നമുക്ക് LM ബിഗിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന മീനിങ് നെറ്റ്വർക്കിലേക്ക് നമ്മൾ കൊണ്ടുവരാനായിട്ടാണ് ഡമ്മി ആക്ടിവിറ്റി നമ്മൾ ഉപയോഗിക്കുന്നത്. കൺകറന്റ് ഓപ്പറേഷൻസ് ഓർ കൺകറന്റ് ആക്ടിവിറ്റീസ്. നമ്മൾ രണ്ട് ആക്ടിവിറ്റീസ് സൈമൾട്ടേനിയസ്ലി പെർഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ കൺകറന്റ് ആക്ടിവിറ്റീസ് എന്ന് പറയും. ഈ കൺകറന്റ് ആക്ടിവിറ്റീസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ which do not have any pre-operation. ഇതില് ആക്ടിവിറ്റി എയും ആക്ടിവിറ്റി ബിന്റെയും പ്രീ ഓപ്പറേഷൻ അല്ലെങ്കിൽ പ്രീ ആക്ടിവിറ്റി ഒന്നുമില്ല. നമുക്ക് ആക്ടിവിറ്റി എയും ബിയും സൈമൾട്ടേനിയസ്ലി പാരലൽ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഒരു ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് മറ്റേ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെയാണ് കൺകറന്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഈ സ്റ്റീൽ ഫാബ്രിക്കേഷൻ ആൻഡ് സൂപ്പർ സ്ട്രക്ചർ രണ്ടും കൺകറന്റ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഓപ്പറേഷൻ ആണ്. ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം EFT എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇൻ ഷോർട്ട് EFT. It is the earliest possible time at which an activity can be completed. ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ സാധ്യമായ ഏർലിയസ്റ്റ് ടൈം എന്നതാണ് അതിന്റെ മീനിങ്. ഈ EFT നമ്മൾ നെറ്റ്വർക്കിൽ മാർക്ക് ചെയ്യുന്നത് ഒരു സ്ക്വയറിനകത്ത് EFTന്റെ വാല്യൂ ആണ് എഴുതുക. നമ്മൾക്ക് തന്നിട്ടുള്ള നെറ്റ്വർക്ക് ഡയഗ്രാമിൽ രണ്ട് ഓപ്പറേഷൻ AB ഓപ്പറേഷൻ കൺകറന്റ് ഓപ്പറേഷൻ ആണ്. കാരണം ഇതിന് പാരലലായിട്ടും നമുക്ക് ആക്ടിവിറ്റീസ് നടത്താം. മാത്രമല്ല ഇതിന് പ്രീ ഓപ്പറേഷൻ പ്രീ ആക്ടിവിറ്റി ഇല്ല. ആക്ടിവിറ്റി A consumes 10 units and B consumes 11 units. ഈ രണ്ട് ആക്ടിവിറ്റിയും ഫിനിഷ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ആക്ടിവിറ്റി C ബിഗിൻ ചെയ്യുന്നത്. അതിന്റെ ഡ്യൂറേഷൻ 5 യൂണിറ്റ്സ് ആണ്. EFT എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആദ്യം A പറഞ്ഞ ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ 10 യൂണിറ്റ്സ് ആണ്. അപ്പൊ അത് നമ്മൾ 10 യൂണിറ്റ്സിനുള്ളിൽ ഈ ആക്ടിവിറ്റി ഫിനിഷ് ചെയ്തിരിക്കണം. ആക്ടിവിറ്റി എന്റെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത് 10 യൂണിറ്റ്സ് ആണ്. ആക്ടിവിറ്റി ബിയുടെ EFT അല്ലെങ്കിൽ ഏർലിയസ്റ്റ് ഫിനിഷിംഗ് ടൈം എന്ന് പറയുന്നത് 11 യൂണിറ്റ്സ് ആണ്. നമ്മുടെ നെറ്റ്വർക്കിൽ 11 എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ഈ രണ്ട് ആക്ടിവിറ്റിയുടെ ഹയസ്റ്റ് വാല്യൂ അതാണ് നമ്മൾ നെറ്റ്വർക്കിലെ അടുത്ത നോഡിൽ മാർക്ക് ചെയ്യുക. ഇനി ആക്ടിവിറ്റി സിയുടെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പൊ അതിന് നമ്മൾ അതിന്റെ പ്രീ ആക്ടിവിറ്റീസിന്റെ ലാർജസ്റ്റ് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം, അതായത് ബിന്റെ EFT എന്ന് പറയുന്നത് 11ഉം എന്റെ 10ഉം ആണ്. അപ്പൊ അതിന്റെ ലാർജസ്റ്റ് 11. ലാർജസ്റ്റ് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം ഓഫ് ദ പ്രീ ആക്ടിവിറ്റീസ് പ്ലസ് ഡ്യൂറേഷൻ ഓഫ് ദ പർട്ടിക്കുലർ ആക്ടിവിറ്റി. അതാണ് ആക്ടിവിറ്റി സിയുടെ EFT ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം.
ഇങ്ങനെ ഇതിപ്പോ നമുക്ക് 3 ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രൊജക്റ്റ് വളരെ വലിയ പ്രൊജക്റ്റ് ആയിരിക്കും. അപ്പൊ അതിനകത്ത് ആക്ടിവിറ്റീസ്, കുറെ അധികം ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഒരു നെറ്റ്വർക്ക് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ ഒരു വലിയൊരു കൺഫ്യൂസ്ഡ് സ്ട്രക്ചർ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കേസുകൾ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ വലിയ നെറ്റ്വർക്കിൽ നോഡിന്റെ മുകളിൽ, ഈ സർക്കിളിന്റെ മുകളിലൊക്കെ ഒരു സ്ക്വയറിനകത്ത് എൻക്ലോസ് ചെയ്തിട്ട് നമ്മൾ EFT മാർക്ക് ചെയ്യും. അടുത്തത് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്നത് ലാർജസ്റ്റ് ടൈം which the operation must be completed. ഈ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഏറ്റവും അവസാനത്തെ ടൈം. നമ്മൾ പരീക്ഷയ്ക്ക് പ്രിപ്പറേഷൻ നടത്തുന്ന പോലെ പരീക്ഷ എഴുതുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ അതിന്റെ ഏറ്റവും അവസാനമായ സമയം എന്ന് പറയുന്നത് പരീക്ഷ എഴുതുന്നതിന് മുമ്പാണ്. ശരിക്കും ഇതിന്റെ പ്രിപ്പറേഷൻ ടൈം എപ്പോഴാണ്? നമ്മൾ കോഴ്സ് ചെയ്യുമ്പോൾ തന്നെ, സെമസ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഓരോ സബ്ജക്റ്റിന്റെ കുറച്ച് പോർഷൻ ആയിട്ട് പഠിച്ചു കയറണം. അതാണ് ശരിക്കും അതിനുള്ള ടൈം. പക്ഷെ അത് വൈകി കഴിഞ്ഞാൽ, മാക്സിമം വൈകി കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയുടെ മുമ്പ് വരെ ചെയ്യാം. ഇപ്പോൾ ഒരു ആക്ടിവിറ്റിയെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ആക്ടിവിറ്റി എത്രത്തോളം നമുക്ക് വൈകിക്കാം എന്നതാണ് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. മാത്രമല്ല, നമ്മുടെ ടോട്ടൽ പ്രോജക്റ്റിന്റെ ഷെഡ്യൂള് ഡിലേ ആവാനും പാടില്ല. പ്രൊജക്ടിന്റെ ടൈം, ടോട്ടൽ പ്രൊജക്ട് കംപ്ലീഷന്റെ ടൈം ഡിലേ ആവാനും പാടില്ല. ആകാത്ത രീതിയിൽ ഓരോ ആക്ടിവിറ്റീസും നമുക്ക് വൈകി കഴിഞ്ഞാൽ എത്ര സമയം വരെ അത് പോവാം എന്നതാണ് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. നമ്മൾ നെറ്റ്വർക്കിൽ ഇത് മാർക്ക് ചെയ്യുന്നത് ഒരു ട്രയാങ്കിൾ ഇട്ടിട്ട് അതിനകത്താണ് LFTന്റെ വാല്യൂ എഴുതുക. ഇതിൽ ഇവന്റ് 1ന്റെ താഴെ 0 എന്ന് പറഞ്ഞിട്ട് ട്രയാങ്കിൾ എഴുതിയിട്ടുണ്ട്. 2ന്റെ താഴെ 11 എന്ന് പറഞ്ഞിട്ട് ട്രയാങ്കിൾ എഴുതിയിട്ടുണ്ട്. ഇവന്റ് 3ന് താഴെ 7 എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. ഇപ്പൊ LFT കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ റിവേഴ്സ് ഓർഡറിലാണ് വരിക. ഇപ്പോൾ പ്രോജക്റ്റിന്റെ എൻഡിൽ നമ്മൾ 5 എന്ന ഇവന്റ് ഉണ്ട്. പ്രോജക്റ്റിന്റെ എൻഡിൽ അപ്പോൾ നമ്മൾ LFT ഈസ് ഈക്വൽ ടു EFT, അവിടുത്തെ LFTന്റെ വാല്യൂ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം തന്നെയാണ്. നമ്മൾ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം നേരത്തെ കണ്ടുപിടിച്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 0, 2, 15, 25, 7 ഒക്കെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം EFT ആണ്. LFT കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ ആക്ടിവിറ്റിയിലേക്ക് പോയിട്ട് EFT ഈസ് ഈക്വൽ ടു LFT 25 ആദ്യം നമ്മൾ മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിന്റെ പ്രീഡിസസർ ഇവന്റ് 4 എന്ന ഇവന്റിന്റെ താഴെയാണ് നമ്മൾ അടുത്തത് LFT മാർക്ക് ചെയ്യാൻ പോണത്. അത് നമ്മുടെ ഫൈനൽ ഇവന്റിൽ നിന്ന് ഡ്യൂറേഷൻ ഓഫ് ദ ആക്ടിവിറ്റി 10 യൂണിറ്റ്സ് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ പ്രീഡിസസർ ഇവന്റിന്റെ LFT ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം കിട്ടും. ഈ കേസിൽ 25 - 10 which is equal to 15 ആണ് ഇവന്റ് 4ലെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റ് 4 എന്ന് പറയുന്നത് നമ്മൾ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്ത് 15 ഡേയ്സിനുള്ളിൽ ഫിനിഷ് ചെയ്യണം. അങ്ങനെ 15 ഡേയ്സിനകത്ത് ഫിനിഷ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ പ്രൊജക്ട് ഡിലേ ആവും. ടോട്ടൽ പ്രൊജക്ട് ടൈമിനെ അതിനെ അഫക്റ്റ് ചെയ്യും. പ്രൊജക്ട് ഡിലേ ആവും. ഇനി അതിന്റെ തൊട്ട് മുന്നത്തെ നോഡിലേക്ക് വരാം, 2 and 3. അപ്പോൾ 3ലെ കേസ് എടുക്കുകയാണെങ്കിൽ 15 മൈനസ് ഡ്യൂറേഷൻ ഓഫ് ദ ആക്ടിവിറ്റി D, that is 8. 15 minus 8 which is equal to 7. നോഡ് 2ന്റെ കേസിലാണെങ്കിൽ 15 minus 4 is equal to 11. ഇനി 1 എന്ന ഇവന്റിന് 2 സക്സസർ ഇവന്റ്സ് ഉണ്ട്, 2 and 3. അപ്പൊ നമ്മൾ നമ്മുടെ LFT കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 11 minus 2 is equal to 9 and 7 minus 7 is equal to 0. അപ്പൊ ഇതിൽ 2 സക്സസർ ഇവന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ LFTന്റെ സ്മോളസ്റ്റ് വാല്യൂ ആണ് നമ്മൾ അവിടെ മാർക്ക് ചെയ്യുക. ഈ കേസിൽ 11 minus 2 is equal to 9, 7 minus 7 is equal to 0. 0 9 നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 0 ആണ് സ്മോളസ്റ്റ് വാല്യൂ. 0 നമ്മൾ ഇവിടെ എഴുതി. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. LFT എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ആക്ടിവിറ്റിയും ഡിലേ ആവുകയാണെങ്കിൽ
എത്രത്തോളം ഡിലേ ആവാം എന്നതാണ് LFT. Largest time by which the operation must be completed. Constraint എന്താണ്? ഇതിന്റെ completion of the projectന്റെ time ഡിലേ ആവാൻ പാടില്ല എന്നതാണ് constraint. അപ്പൊ ഈ കേസിൽ നമ്മൾ ഫസ്റ്റ് ഏറ്റവും അവസാനത്തെ ഇവന്റിൽ LFT മാർക്ക് ചെയ്തു, which is equal to earliest finish time of the concerned event, that is 25. 25 minus 10, 15. 15 minus 8, 7. 7 minus 7, 0. 0 നമ്മളിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യില്ല, നമ്മൾ വെയിറ്റ് ചെയ്യും. കാരണം അത് രണ്ട് സക്സസർ ഇവന്റ്സ് ഉള്ള ഇവന്റ് ആണ് ഇവന്റ് 1 എന്ന് പറയുന്നത്. ഈ പാത്തിലേക്ക് വരാം. 15 minus 4 is equal to 11. 11 minus 2 is equal to 9. അപ്പൊ നേരത്തെ നമ്മൾ ഈ പാത്തിലൂടെ വന്നപ്പോൾ അവിടെ 0 കിട്ടി, ഈ പാത്തിലൂടെ വന്നപ്പോൾ അവിടെ 9 കിട്ടി. അപ്പോൾ 9 0 കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ സ്മോളസ്റ്റ് വാല്യൂ 0. ആ 0 ആണ് നമ്മൾ ഫസ്റ്റ് ഇവന്റിന്റെ LFT ആയിട്ട് എഴുതുക. നെക്സ്റ്റ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. ക്രിട്ടിക്കൽ ആക്ടിവിറ്റിന്റെ ഡെഫിനിഷൻ പറയുന്നത് ആക്ടിവിറ്റി കൺസ്യൂം മോർ ദാൻ ദെയർ എസ്റ്റിമേറ്റഡ് ടൈം ദ പ്രൊജക്ട് വിൽ ബി ഡിലേഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റിക്ക് എസ്റ്റിമേറ്റ് ചെയ്ത ടൈമിനേക്കാളും കൂടുതലായിട്ട് ആക്ടിവിറ്റിയിൽ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ പ്രൊജക്ട് ടൈമിനെ എഫക്ട് ചെയ്യും, അല്ലെങ്കിൽ പ്രൊജക്ട് ഡിലേ ആവും. അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെയാണ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ഡിലേ ആവുകയാണെങ്കിൽ, ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി ഡിലേ ആവുകയാണെങ്കിൽ അത് നമ്മുടെ ടോട്ടൽ പ്രൊജക്ട് ടൈമിനെ എഫക്ട് ചെയ്യും. അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെയാണ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ ആക്ടിവിറ്റിന്ന് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ മാറ്റി നിർത്തുന്നത്? എന്തിനായിരിക്കും മാറ്റി നിർത്തുന്നത്? മാറ്റി നിർത്താനുള്ള കാരണം കൂടുതലായിട്ട് ഈ ആക്ടിവിറ്റി കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്ടിവിറ്റി ഒരിക്കലും ഡിലേ ആകാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ആക്ടിവിറ്റി ഡിലേ ആവുകയാണെങ്കിൽ ടോട്ടൽ പ്രൊജക്ട് ടൈം എഫക്ട് ചെയ്യും, പ്രൊജക്ട് ഡിലേ ആവും. അപ്പൊ നമ്മൾ കൂടുതൽ അറ്റൻഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ മാറ്റി നിർത്തുന്നത്. ഇപ്പോ ഞാൻ ഇതിൽ കാണുന്ന നെറ്റ്വർക്കിൽ അങ്ങനെ 5 ആക്ടിവിറ്റീസ് ഉണ്ട്. A, B, C, D, E അങ്ങനെ 5 ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, ഈ പാത്തിലൂടെ വരികയാണെങ്കിൽ ടോട്ടൽ പ്രൊജക്ട് ടൈം 2, 4, 6, 16 യൂണിറ്റ്സ് ആണ്. ഈ പാത്തിലൂടെ വരികയാണെങ്കിൽ 7 + 8, 15 + 10, 25 യൂണിറ്റ്സ് ആണ്. ഇപ്പൊ 25 യൂണിറ്റ്സ് ആണ് ലാർജസ്റ്റ് വരുന്നത്. അപ്പൊ നമ്മൾ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറഞ്ഞാൽ 25 തന്നെയാണ്. ടോട്ടൽ പ്രൊജക്ട് ഡ്യൂറേഷനും 25 ആണ്. അപ്പൊ ഇതില് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ബിയും ഡിയും ഇയും ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മുടെ സാധാരണ ഡീൽ ചെയ്യുന്ന പ്രൊജക്ട് ഇതുപോലെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള പ്രൊജക്ട് ആയിരിക്കില്ല, വലിയ പ്രൊജക്റ്റുകളായിരിക്കും. അത് തൗസൻഡ്സ് ഓഫ് ആക്ടിവിറ്റീസ് അതിൽ വരും. അപ്പൊ നമുക്ക് ഇതുപോലെ കണ്ട് ക്രിട്ടിക്കൽ ആണോ നോൺ ക്രിട്ടിക്കൽ ആണോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു മെത്തേഡ് ഉപയോഗിക്കും. അതായത് അതിന്റെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം EFTയും ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം LFTയും ഈക്വൽ ആയിട്ട് വരുന്ന ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് നമ്മൾ ക്രിട്ടിക്കൽ ആയിട്ടാണ് മാർക്ക് ചെയ്യുക. അപ്പൊ ഈ കേസിൽ ആക്ടിവിറ്റി E എന്ന് പറയുന്നത് അതിന്റെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം 25 ആണ്, ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം 25 ആണ്. അപ്പൊ രണ്ടും ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ ക്രിട്ടിക്കൽ ആയിട്ട് മാർക്ക് ചെയ്തു. ക്രിട്ടിക്കൽ ആയിട്ട് നമ്മുടെ ഡയഗ്രാമിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഡബിൾ ലൈൻ ഉപയോഗിച്ചുകൊണ്ടാണ്. അതെങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, ഹൈലൈറ്റ് ചെയ്യാം. നമുക്ക് അതിൽ ഹൈലൈറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നും അതിൽ മീനിങ് ഇല്ല. ഇനി ആക്ടിവിറ്റി ഡി എടുക്കുകയാണെങ്കിൽ അതിന്റെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം 15ഉം ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം 15ഉം ആണ്. അത് രണ്ടും ഈക്വൽ ആണ്. അതുകൊണ്ട് ആക്ടിവിറ്റി ഡിയും ക്രിട്ടിക്കൽ ആണ്. ആക്ടിവിറ്റി ബി എടുക്കുകയാണെങ്കിൽ തന്നെ രണ്ടിനെയും EFT LFTയും സെയിം ആണ്, 7 ആണ്. ബിയും ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ആണ്. അപ്പൊ ഇതിൽ നമ്മൾ 1, 3 ആക്ടിവിറ്റി ബി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആണ്. 3, 4 ആക്ടിവിറ്റി ഡി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആണ്. 4, 5 ആക്ടിവിറ്റി ഇ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആണ്. ബി, ഡി, ഇ ഇതിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഡിലേ ആവുകയാണെങ്കിലും ടോട്ടൽ പ്രൊജക്ട് ടൈമിനെ എഫക്ട് ചെയ്യും. അപ്പൊ ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ആയിട്ട് ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്രിട്ടിക്കൽ പാത്ത്. ക്രിട്ടിക്കൽ പാത്ത് വളരെ സിമ്പിൾ ആണ്.
ക്രിട്ടിക്കൽ ആക്ടിവിറ്റി അറിയാമെങ്കിൽ ക്രിട്ടിക്കൽ പാത്ത് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഡെഫിനിഷൻ, എ പാത്ത് along the network in which EFT and LFT are equal എന്നാണ് അതിന്റെ ഡെഫിനിഷൻ. അപ്പൊ ഈ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതിന്റെ ഡെഫിനിഷൻ അല്ല. ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഈ പാത്തിലൂടെ പോകുന്ന ആക്ടിവിറ്റീസ് ഡിലേ ആവുകയാണെങ്കിൽ പ്രൊജക്ട് ടൈം എഫക്ട് ചെയ്യും. അതാണ് അതിന്റെ ഡെഫിനിഷൻ. പക്ഷെ ഇതിൽ നെറ്റ്വർക്ക് നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതിന്റെ EFTയും LFTയും ഈക്വൽ ആയിട്ടുള്ള പാത്തിനെയാണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ഇതില് പാത്ത് 1, 3, 4, 5 എന്നത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ആണ്. ആ പാത്തിനെ ക്രിട്ടിക്കൽ പാത്ത് എന്നാണ് പറയുന്നത്. ക്രിട്ടിക്കൽ പാത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ക്രിട്ടിക്കൽ പാത്ത് ഈസ് ഈക്വൽ ടു ആ പാത്തിൽ വരുന്ന ഇവന്റ്സ് ഒക്കെ ഓർഡർ ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ ആക്ടിവിറ്റി B-D-E എന്ന് എഴുതിയാലും സെയിം മീനിങ് തന്നെയാണ്. അടുത്തത് ടോട്ടൽ പ്രൊജക്ട് ടൈം. ടോട്ടൽ പ്രൊജക്ട് ടൈം എന്ന് പറയുന്നത് ഈ ക്രിട്ടിക്കൽ പാത്തിലെ ആക്ടിവിറ്റീസിന്റെ ഡ്യൂറേഷന്റെ ടോട്ടലാണ്. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് B-D-E ആണ് ക്രിട്ടിക്കൽ പാത്ത്. ഈ ടോട്ടൽ പ്രൊജക്ട് ടൈം എന്ന് പറയുന്നത് 7 + 8 + 10 25 ആണ് ടോട്ടൽ പ്രൊജക്ടിന്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ ടോട്ടൽ പ്രൊജക്ട് ടൈം. ടോട്ടൽ പ്രൊജക്ട് ടൈം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ക്രിട്ടിക്കൽ പാത്ത് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം അതിന്റെ ഡ്യൂറേഷൻ എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ പ്രൊജക്ട് ടൈം കിട്ടും. ഇനി ഫ്ലോട്ട് ഓർ സ്ലാക്ക്. ഇതിൽ സ്ലാക്ക് എന്ന ടെർമിനോളജി പെർട്ടിലും ഫ്ലോട്ട് എന്ന ടെർമിനോളജി CPM-ലാണ് നമ്മൾ ഉപയോഗിക്കുക ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ. രണ്ടും സെയിം മീനിങ് തന്നെയാണ്. ഫ്ലോട്ട് ആയാലും സ്ലാക്ക് ആയാലും അത് മീൻ ചെയ്യുന്നത് അതിന്റെ സ്പെയർ ടൈം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ടൈം ഉണ്ടാവും, അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് സ്പെയർ ടൈം ഉണ്ടാവും. നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിന് മാത്രമേ സ്പെയർ ടൈം ഉണ്ടാവുള്ളൂ. ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയിൽ സ്പെയർ ടൈം ഉണ്ടാവില്ല. ഒരു പെർട്ടിക്കുലർ ടൈമിൽ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ പ്രൊജക്ട് ഡിലേ ആവും. ഇത് നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിൽ കംപ്ലീറ്റ് സ്പെയർ ടൈം ഉണ്ടാവും. ഈ സ്പെയർ ടൈമിനാണ് നമ്മൾ ഫ്ലോട്ട് അല്ലെങ്കിൽ സ്ലാക്ക് എന്ന് പറയുന്നത്. സ്ലാക്ക് പെർട്ടിലും ഫ്ലോട്ട് CPM-ലാണ് ഉപയോഗിക്കാറ്. അപ്പൊ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പെർട്ടിക്കുലർ ആക്ടിവിറ്റീന്റെ അവൈലബിൾ ടൈമും അതിന്റെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എത്രയാണ് നെസസറി, എത്രയാണ് അതിന് ആവശ്യമായിട്ടുള്ള ടൈം എന്നുള്ള ഡിഫറൻസ് ആണ് ഫ്ലോട്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ A എന്ന് പറഞ്ഞ ആക്ടിവിറ്റി 5 ഡേയ്സിൽ ആണ് അതിന്റെ ഡ്യൂറേഷൻ. പക്ഷെ നമുക്ക് അത് നോൺ ക്രിട്ടിക്കൽ ആയതുകൊണ്ട് 7 ഡേയ്സ് വരെ പോവാം. 7 ഡേയ്സ് ആയാലും പ്രൊജക്ടിന്റെ ടോട്ടൽ ടൈം അതിന് എഫക്ട് ചെയ്യില്ല. അതിന്റെ നെസസറി ടൈം 5, അവൈലബിൾ ടൈം 7. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഫ്ലോട്ട്. 2, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 2 ആണ് അതിന്റെ സ്ലാക്ക് അല്ലെങ്കിൽ ഫ്ലോട്ട്. ഈ സ്ലാക്ക് അല്ലെങ്കിൽ ഫ്ലോട്ട് നമ്മൾ കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോട്ടും സ്ലാക്കും ഉള്ള സ്ഥലത്തു നിന്നാണ് നമ്മൾ റിസോഴ്സ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. സപ്പോസ് നമുക്ക് ഇപ്പോൾ ആസ് എ പ്രൊജക്ട് മാനേജർ നമുക്ക് ഏതെങ്കിലും ആക്ടിവിറ്റി ഡിലേ ആവുകയാണെന്ന് തോന്നി. നിങ്ങൾക്കറിയാവുന്ന എക്സാമ്പിളിൽ ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ വർക്കിൽ കുറേ അധികം ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി ക്രിട്ടിക്കൽ ആണ്. ഇപ്പോ കൺസ്ട്രക്ഷൻ ഓഫ് ദ വാൾ ക്രിട്ടിക്കൽ ആണ്. അപ്പൊ അതില് സപ്പോസ് ഇപ്പോ 2 ലേബേഴ്സ് വന്നില്ല, മേശന്മാര് വന്നില്ല. അപ്പൊ നമ്മുടെ ടോട്ടൽ പ്രൊജക്ടിനെ അത് എഫക്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഫ്ലോട്ടുള്ള ആക്ടിവിറ്റീസിനാണ് നമ്മൾ റിസോഴ്സ് ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇതല്ലാതെ വേറെ ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട്, അവിടെ കുറച്ച് വൈകിയാലും കുഴപ്പമില്ല. കാരണം അതിനകത്ത് ഫ്ലോട്ട് 2-3 ഡേയ്സ് ഫ്ലോട്ട് ഉണ്ട്. അപ്പൊ ആ ഫ്ലോട്ടുള്ള ആക്ടിവിറ്റീസിൽ നിന്ന് നമ്മൾ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതിനാണ് നമ്മൾ ഫ്ലോട്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഫ്ലോട്ട് കൂടുതലുള്ള ആക്ടിവിറ്റീസിനായിരിക്കും നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പൊ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഫ്ലോട്ട് ഓഫ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ആർ 0. B-D-E എന്ന ആക്ടിവിറ്റീസിന്റെ ഒക്കെ ഫ്ലോട്ട് 0 ആണ്. അത് നമുക്ക് നെസസറി ടൈമും അതിലുള്ള അവൈലബിൾ ടൈമും ഈക്വൽ ആണ്. ബട്ട് ആക്ടിവിറ്റി എയും സിയും
നോൺ ക്രിട്ടിക്കൽ ആണ്. അപ്പൊ എ എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയിൽ 2 ആണ് അതിന്റെ ഡ്യൂറേഷൻ. പക്ഷെ നമുക്ക് മാക്സിമം 11 ഡേയ്സ് വരെ അത് വൈകിപ്പിക്കാം. അപ്പൊ 11 മൈനസ് 2 9 ഡേയ്സ് ആണ് അവിടുത്തെ ഫ്ലോട്ട്. ആക്ടിവിറ്റി 2ന്റെ ഫ്ലോട്ട് എന്ന് പറയുന്നത് 9 ഡേയ്സ് ആണ്. അതുപോലെ സിയും ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സി 2 പ്ലസ് 4 അതിൽ 6 ആണ്. 15 മൈനസ് 6 എന്ന് പറയുന്നത് 9 ഡേയ്സ്. അപ്പൊ സിന്റെ ആക്ടിവിറ്റി സിന്റെ ഫ്ലോട്ടും 9 ഡേയ്സ് ആണ്. എന്ന് മീൻ ചെയ്യുന്നത് നമുക്ക് ശരിക്കും ഇത് 15th ഡേയിൽ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്ത് 15th അല്ലെങ്കിൽ 15 ഡേയ്സിനുള്ളിൽ ആക്ടിവിറ്റി എയും സിയും ഫിനിഷ് ചെയ്താൽ മതി. പക്ഷെ എയും സിയും കൂടിയുള്ള ടോട്ടൽ നെസസറി ആയിട്ടുള്ള ടൈം 2 പ്ലസ് 4 6 ആണ്. 6 ഡേയ്സ് അതിന്റെ ടൈമെങ്കിലും നമുക്ക് അപ് ടു 15 ഡേയ്സ് വരെ നമുക്കത് ആക്ടിവിറ്റി ഡിലേ ചെയ്യിപ്പിക്കാം. ആക്ടിവിറ്റി എന്റെ ഫ്ലോട്ട് 11 മൈനസ് 2 9ഉം ആക്ടിവിറ്റി സിന്റെ ഫ്ലോട്ട് ഇവിടുത്തെ EFT എന്ന് പറയുന്നത് 2 പ്ലസ് 4 6 മൈനസ് 15 9ഉം ആണ് ആക്ടിവിറ്റി സിയുടെ ഫ്ലോട്ട്. നമുക്കിനി കുറച്ച് നെറ്റ്വർക്ക് ഡയഗ്രാംസും അതിന്റെ ലോജിക് അതിന്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ഇതിൽ കാണിച്ചിരിക്കുന്ന ഫസ്റ്റ് ഡയഗ്രാമിൽ 2 ആക്ടിവിറ്റീസ് ഉണ്ട്. ആക്ടിവിറ്റി എ ഉണ്ട്, ആക്ടിവിറ്റി ബി ഉണ്ട്. ഈ ആക്ടിവിറ്റി നമ്മളിവിടെ വരച്ചിരിക്കുന്നത് രണ്ടും സീക്വൻഷ്യൽ ആക്ടിവിറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എന്ന് പറയുന്നത് ആക്ടിവിറ്റി എന്റെ പോസ്റ്റ് ആക്ടിവിറ്റി അല്ലെങ്കിൽ പോസ്റ്റ് ഓപ്പറേഷൻ ആണ്. അതായത് ബി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആക്ടിവിറ്റി എ ഫിനിഷ് ചെയ്യണം. രണ്ടും നമുക്ക് പാരലായിട്ട് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് സീക്വൻഷ്യൽ ആക്ടിവിറ്റീസ് എന്നാണ് പറയുക. സെക്കൻഡ് കേസിൽ ആക്ടിവിറ്റി എയും ബിയും കൺകറന്റ് ആക്ടിവിറ്റീസ്, അതായത് രണ്ടും പാരലായിട്ട് ചെയ്യാം. എ കഴിഞ്ഞിട്ട് ബി ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എയും ബിയും പാരലായിട്ട് ചെയ്യാം. മൂന്നാമത്തെ കേസിൽ നമുക്ക് ആക്ടിവിറ്റി എയും ബിയും കൺകറന്റ് ആക്ടിവിറ്റീസ് ആണ്. നമുക്കത് പാരലായിട്ട് ചെയ്യാം. പക്ഷെ ആക്ടിവിറ്റി സി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആക്ടിവിറ്റി എയും ആക്ടിവിറ്റി ബിയും ഫിനിഷ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആക്ടിവിറ്റി സി സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. നാലാമത്തെ കേസിൽ ആക്ടിവിറ്റി ബിയും സിയും ആക്ടിവിറ്റി എന്റെ പോസ്റ്റ് ഓപ്പറേഷൻസ് ആണ്. അതായത് ആക്ടിവിറ്റി ബിയോ സിയോ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തുടങ്ങണമെങ്കിൽ ആക്ടിവിറ്റി എ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഈ അഞ്ചാമത്തെ ഡയഗ്രാമിൽ 5 ആക്ടിവിറ്റീസ് ഉണ്ട്. എ ബി സി ഡി. ഈ ഡോട്ടർ ലൈനിൽ കാണിച്ചിരിക്കുന്ന ആക്ടിവിറ്റി അത് നെയിം ചെയ്തിട്ടില്ല, വേണമെങ്കിൽ ഇ എന്ന് പറയാം. അത് ഡമ്മി ആക്ടിവിറ്റി ആണ് ഡോട്ടർ, അതുകൊണ്ടാണ് നമ്മളവിടെ ലൈൻ മാർക്ക് ചെയ്യുന്നത്. ഇനി ആക്ടിവിറ്റി എയും സിയും കൺകറന്റ് ആക്ടിവിറ്റീസ് ആണ്, ഇൻഡിപെൻഡന്റ് ആണ്. നമുക്ക് സൈമൾട്ടേനിയസ്ലി പാരലായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആക്ടിവിറ്റി ഡി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആക്ടിവിറ്റി സി കംപ്ലീറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ആക്ടിവിറ്റി ബി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആക്ടിവിറ്റി എ കംപ്ലീറ്റ് ആയിരിക്കണം. മാത്രമല്ല ഈ ഡമ്മി ആക്ടിവിറ്റി മീൻ ചെയ്യുന്നത് ബി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആക്ടിവിറ്റി സിയും കൂടി കംപ്ലീറ്റ് ചെയ്യെങ്കിൽ മാത്രം തന്നെ ആക്ടിവിറ്റി ബി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഈ ഡമ്മി ആക്ടിവിറ്റിന്റെ സിമ്പിൾ നമ്മളോട് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് എയും സിയും കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രം തന്നെ ആക്ടിവിറ്റി ബി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ലാസ്റ്റ് ഫിഗറിൽ എയും ബിയും കൺകറന്റ് ആക്ടിവിറ്റീസ് ആണ്. അതുപോലെ സിയും ഡിയും കൺകറന്റ് ആക്ടിവിറ്റീസ് ആണ്. എയും ബിയും നമുക്ക് പാരലലി ചെയ്യാം. സിയും ഡിയും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എയും ബിയും കംപ്ലീറ്റ് ആയിരിക്കണം. എയും ബിയും കംപ്ലീറ്റ് ആയാൽ സി ആൻഡ് ഡി നമുക്ക് പാരലായിട്ട് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാം. അടുത്തത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ പ്രൊജക്ട് മാനേജ്മെന്റിന്റെ പ്രൊസീജിയർ എന്താണെന്നാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളെ ഫസ്റ്റ് പറഞ്ഞതുപോലെ പ്രൊജക്ട് നമ്മൾ ആദ്യം ബ്രേക്ക് ഡൗൺ ചെയ്ത് ആക്ടിവിറ്റീസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതാണ് CPMലെ ഫസ്റ്റ് സ്റ്റെപ്പ്. പ്രൊജക്ട് ആക്ടിവിറ്റീസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തു. നെക്സ്റ്റ്
പ്രൊജക്ട് മാനേജർ ഇതൊരു ലോജിക്കൽ സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആക്ടിവിറ്റീസ് പാരലായിട്ട് ചെയ്യാം, ചിലത് സീക്വൻഷ്യലായിട്ട് തന്നെ ചെയ്യണം, ചിലത് ഒന്ന് കഴിഞ്ഞിട്ട് ചെയ്യണം, ചില ആക്ടിവിറ്റീസ് 3-4 ആക്ടിവിറ്റീസ് കഴിഞ്ഞത് മാത്രമേ തുടങ്ങാൻ പറ്റുള്ളൂ. അതൊക്കെ പ്രൊജക്ട് മാനേജറിന്റെ എക്സ്പീരിയൻസിൽ അദ്ദേഹം ഈ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് അറേഞ്ച് ചെയ്യും, ലോജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ്, ഇതിനെ നമ്മളൊരു നെറ്റ്വർക്ക് ഡയഗ്രാമിൽ പ്ലോട്ട് ചെയ്യും. എന്നിട്ട് അതിന് ആ ഡയഗ്രാമിൽ ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റീസ് അതിൽ മാർക്ക് ചെയ്യും. ഇനി ഓരോ ആക്ടിവിറ്റീസിന്റെയും ടൈം നമ്മൾ എത്രയാണ് റിക്വയർഡ് ടൈം നമ്മൾ ഈ നെറ്റ്വർക്കിൽ ആക്ടിവിറ്റീസിന്റെ മുകളിൽ മാർക്ക് ചെയ്യും. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ്, ഫിഫ്ത്ത് സ്റ്റെപ്പ്, ഓരോ ആക്ടിവിറ്റിന്റെയും ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമും ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമും കാൽക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം നെറ്റ്വർക്ക് ഡയഗ്രാമിൽ ഈ രണ്ട് വാല്യൂസും മാർക്ക് ചെയ്യും. EFT നമ്മൾ ഒരു സ്ക്വയറിനകത്താണ് മാർക്ക് ചെയ്യുക, LFT ഒരു ട്രയാങ്കിളിനകത്താണ് മാർക്ക് ചെയ്യുക. ഈ സിമ്പിൾസ് നമ്മുടെ കൺവീനിയൻസ് പ്രകാരം നമുക്ക് ചേഞ്ച് ചെയ്യാം, വേറെ ജോമെട്രിക്കൽ ഷേപ്പ് നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം ക്രിട്ടിക്കൽ പാത്ത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക? നേരത്തെ പറഞ്ഞ പോലെ EFTയും LFTയും ഈക്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഐഡന്റിഫൈ ചെയ്യും. അതാണ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. ആ ആക്ടിവിറ്റീസ് എല്ലാം കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് കിട്ടും. ഈ ക്രിട്ടിക്കൽ പാത്തിലെ ആക്ടിവിറ്റീസിന്റെ ഡ്യൂറേഷന്റെ സമ്മേഷൻ ആണ് ടോട്ടൽ പ്രോജക്ട് ഡ്യൂറേഷൻ. എന്നിട്ട് ഒരു ആക്ടിവിറ്റീസിന്റെയും നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിന്റെ സ്ലാക്ക് എത്രയാണെന്ന് ഐഡന്റിഫൈ ചെയ്യും. ഇത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസും സ്ലാക്കും ഐഡന്റിഫൈ ചെയ്യാൻ കാരണം നമുക്കത് കൂടുതൽ ഇമ്പോർട്ടൻസ്, ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ടാണ്. ഇനി ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിന് എന്തെങ്കിലും പ്രോബ്ലം അല്ലെങ്കിൽ ഡിലേ ആവാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വർക്കേഴ്സിനെ എംപ്ലോയ് ചെയ്തുകൊണ്ട് അത് സോർട്ട് ഔട്ട് ചെയ്യും. അല്ലെങ്കിൽ നിലവിലെ വർക്കേഴ്സിനെ നമുക്ക് ഓവർ ടൈം ഉപയോഗിച്ച് ആ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ഡിലേ ആവാതെ ശ്രമിക്കും. ഇതാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിന്റെ പ്രൊസീജിയർ. നമ്മൾ ഈ പ്രൊസീജിയർ മനസ്സിലാക്കിയതുകൊണ്ട് നെറ്റ്വർക്ക് അനാലിസിസ് നെറ്റ്വർക്ക് പ്ലോട്ട് ചെയ്യാൻ കഴിഞ്ഞാണെന്നില്ല. നമുക്ക് കുറച്ച് എക്സാമ്പിൾ കൂടി നോക്കാം. എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയറാണ് ഇത്. ഫസ്റ്റത്തെ പ്രോബ്ലം, find the earliest finish time EFT, latest finish time LFT, plot and critical path of the network diagram given in the figure എന്നതാണ് ഫസ്റ്റ് പ്രോബ്ലം. ഈ പ്രോബ്ലത്തിൽ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം കാണുന്നുണ്ട്. ഈ ഡയഗ്രാമിൽ A, P, C, D, E, F, G 7 ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ നെറ്റ്വർക്ക് ഡയഗ്രാം തന്നിട്ടുണ്ട് ഈ പ്രോബ്ലത്തിൽ. പക്ഷെ റിയൽ സിറ്റുവേഷനിൽ നെറ്റ്വർക്ക് ഡയഗ്രാം നമ്മൾ തന്നെ പ്ലോട്ട് ചെയ്യണം. ഇതിൽ ആക്ടിവിറ്റി എന്റെ ഡ്യൂറേഷൻ 5 യൂണിറ്റ്സ്, ആക്ടിവിറ്റി സിന്റെ 1 യൂണിറ്റ്സ്, അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസിന്റെയും ഡ്യൂറേഷൻ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതിലെ ഓരോ ആക്ടിവിറ്റീസിന്റെയും സീക്വൻസ് ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ആക്ടിവിറ്റി എ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം സി ബിഗിൻ ചെയ്യാൻ, അത് കഴിഞ്ഞിട്ട് വേണം ഡി സ്റ്റാർട്ട് ചെയ്യാൻ. അതുപോലെ ആക്ടിവിറ്റി എയും ബിയും നമുക്ക് സൈമൾട്ടേനിയസ് സ്റ്റാർട്ട് ചെയ്യാം. ആക്ടിവിറ്റി ഇ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ബി കഴിയണം, എഫ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇ കഴിയണം, ജി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഡിയും എഫും കഴിയണം എന്നതാണ് ഈ ഡയഗ്രത്തിന്റെ മീനിങ്. ഇത് നമ്മൾ അതിന്റെ സ്റ്റാർട്ടും ഫിനിഷും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഓരോ നോഡിലും ഇവന്റ് നമ്പർ ചെയ്തിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7. ഇപ്പൊ സ്റ്റാർട്ടിങ് ഇവന്റ് നമ്പർ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഏറ്റവും ഹയസ്റ്റ് വാല്യൂ. പ്രൊജക്ടിന്റെ എൻഡിൽ ഇവന്റ് നമ്പർ നൽകി, നോഡ് നമ്പർ നൽകി. ഇതിന്റെ EFTയും LFTയും ഫ്ലോട്ടും ക്രിട്ടിക്കൽ പാത്തും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രോബ്ലത്തിലെ ചോദ്യം. ഇതില് EFT കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പഠിച്ചു, വളരെ സിമ്പിൾ ആണ്. അതായത് ഫസ്റ്റ് ഇവന്റിന്റെ മുകളിൽ നമ്മൾ സ്ക്വയർ ഇട്ടിട്ട് 0 എന്ന് എഴുതാം. കാരണം അത് 0 ടൈമിലാണ് പ്രൊജക്ട് അല്ലെങ്കിൽ ആക്ടിവിറ്റി എ ബിഗിൻ ചെയ്യുന്നത്. എന്നിട്ട് രണ്ടാമത്തെ ഇവന്റ് നോഡിന്റെ മുകളിൽ ഈ ആക്ടിവിറ്റിന്റെ ഡ്യൂറേഷനും അതിന്റെ തൊട്ട് മുമ്പുള്ള ഇവന്റിന്റെ
EFT നമ്മൾ ആഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ് രണ്ടാമത്തെ ഇവന്റിന്റെ EFT. മൂന്നാമത്തെ സി പറഞ്ഞ ആക്ടിവിറ്റിയുടെ EFT എന്ന് പറയുന്നത് 2ലെ EFT പ്ലസ് അതിന്റെ ഡ്യൂറേഷൻ, അതായത് 5 പ്ലസ് 1 ദാറ്റ് ഈസ് 6. സോൾവ് ചെയ്തിലേക്ക് നോക്കാം. ഇതില് ഈ ബോക്സ് ഉള്ളതൊന്നും നമ്മുടെ പ്രോബ്ലത്തിലുള്ളതല്ല. ഈ ബോക്സിലുള്ള EFT ആണ്. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തതിൽ മാർക്ക് ചെയ്തതാണ്. അപ്പൊ ഡി എന്ന ആക്ടിവിറ്റിയിലെ EFT എന്ന് പറയുന്നത് അതിന്റെ തൊട്ട് മുമ്പത്തെ ഇവന്റിലെ EFT പ്ലസ് അതിന്റെ ഡ്യൂറേഷൻ ദാറ്റ് ഈസ് 13. പക്ഷെ ഇവിടെ 13 ഇപ്പൊ എഴുതാൻ കഴിയില്ല, കാരണം ഈ രണ്ട് ആക്ടിവിറ്റീസും കൺകറന്റ് ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ നമ്മൾ ഈ പാത്തും കൂടി ചെക്ക് ചെയ്യണം. സെക്കൻഡ് പാത്തിൽ ആക്ടിവിറ്റി ബിയിലെ EFT ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം പറയുന്നത് അതിന്റെ മുമ്പിലുള്ള നോഡിലെ EFT 0 പ്ലസ് ആക്ടിവിറ്റി 3ന്റെ ഡ്യൂറേഷൻ ദാറ്റ് ഈസ് 3. 0 പ്ലസ് 3 ഈസ് 3. ആക്ടിവിറ്റി ഇന്റെ EFT എന്ന് പറയുന്നത് അതിന്റെ ഡ്യൂറേഷൻ പ്ലസ് അതിന്റെ മുമ്പത്തെ ഇവന്റിന്റെ EFT നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 പ്ലസ് 2 ഈസ് 5 മാർക്ക് ചെയ്തു. 5 പ്ലസ് 2 ഈസ് 7. അപ്പൊ 7ഉം ഇവിടെ ഉള്ളത് 6 പ്ലസ് 7 ഈസ് ഈക്വൽ 13. EFT എടുക്കുമ്പോൾ കൺകറന്റ് ആക്ടിവിറ്റീസിനാണെങ്കിൽ അതിന്റെ മാക്സിമം ആ നോഡിൽ നമ്മൾ മാക്സിമം വാല്യൂ ആണ് എടുക്കുക. അപ്പോൾ ഒരു സൈഡ് 7ഉം ഒരു സൈഡ് 13 ആണെങ്കിൽ അതിന്റെ മാക്സിമം 13 ആണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അടുത്ത ആക്ടിവിറ്റി ജിയിലെ EFT എന്ന് പറയുന്നത് ഡ്യൂറേഷൻ പ്ലസ് 3 പ്ലസ് 13 ദാറ്റ് ഈസ് 16. അപ്പൊ നമ്മൾ ഈ കേസിൽ എല്ലാ EFT വാല്യൂം നോഡിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ പ്രോബ്ലത്തിന്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട് ഇതിലെ LFT ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എത്രയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു, ലാസ്റ്റത്തെ നോഡ് ആണ് നമ്മൾ എടുക്കുക. ആ നോഡിന്റെ LFT ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം വിച്ച് ഈസ് ഈക്വൽ ടു ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം. 16 ആണ് ആ നോഡിലെ LFT. അതൊരു ട്രയാങ്കിളിനകത്താണ് മാർക്ക് ചെയ്യുക. LFTയും കൂടി മാർക്ക് ചെയ്തിട്ടുള്ള ഫിഗർ ആണത്. ഫൈനൽ നോഡിൽ 16 മാർക്ക് ചെയ്തു. 16 മൈനസ് 3 ദാറ്റ് ഈസ് 13. അതിനുശേഷം 13 മൈനസ് 2 ദാറ്റ് ഈസ് 11. 11 ഒരു ട്രയാങ്കിളിൽ എഴുതി. ആക്ടിവിറ്റി ഇന്റെ ഡ്യൂറേഷൻ 2. 11 മൈനസ് 2 ഈസ് 9. 9 നമ്മൾ ഇവിടെ എഴുതി. അതിനുശേഷം ലാസ്റ്റ് ഈവന്റ് എന്ന് പറയുന്നത് രണ്ട് സക്സസർ ആക്ടിവിറ്റീസിലുള്ള ഒരു കൺകറന്റ് ആക്ടിവിറ്റീസിലുള്ള ഇവന്റ് ആണ്, നോഡാണത്. അപ്പൊ നമ്മളിവിടെ 0 എന്ന് എഴുതാൻ വരട്ടെ. 9 മൈനസ് 3 ദാറ്റ് ഈസ് 6 എന്ന് എഴുതുന്നതിന് മുമ്പ് ഇതിന്റെ ഈ പാത്തും കൂടി നമുക്ക് പരിശോധിക്കാം. ഈ പാത്തിൽ 13 മൈനസ് 7 is equal to 6. 6 minus 1 is equal to 5. 5 minus 5 is equal to 0. ഈ പാത്ത് വഴി നമുക്ക് ഇവിടെയുള്ള LFTന്റെ വാല്യൂ 0ഉം ഈ പാത്ത് വഴി LFTന്റെ വാല്യൂ 6ഉം ആണ് കിട്ടും. അപ്പൊ അതിന്റെ സ്മോളസ്റ്റ് വാല്യൂ 0 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. LFT ഒന്നുകൂടി പറയാം. ആദ്യം നമ്മൾ 16 അവിടെ EFTന്റെ വാല്യൂവിനെ എഴുതി. അതേ മൈനസ് 3 that is 13. 13 minus 2 is 11. 11 minus 2 is 9. 9 minus 3 is 6. പക്ഷെ 6 നമ്മൾ ഇവിടെ എഴുതിയിട്ടില്ല. ഈ പാത്തും കൂടി ചെക്ക് ചെയ്യുക. 13 minus 7 is 6. 6 minus 1 is 5. 5 minus 5 is 0. 0ഉം 6ഉം ഉണ്ട്. അതിന്റെ സ്മോളസ്റ്റ് വാല്യൂ 0 ആണ്. ട്രയാങ്കിളിലൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്നത് LFTന്റെ വാല്യൂ ആണ്. അപ്പൊ പ്രോബ്ലത്തിലെ EFTയും LFTയും കിട്ടി. അടുത്തത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കലാണ്. ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ആക്ടിവിറ്റീസ് ഡിലേ ആവുകയാണെങ്കിൽ പ്രൊജക്ട് ടൈമിനെ എഫക്ട് ചെയ്യും. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നമ്മൾ EFTയും LFTയും ഈക്വൽ ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ആണ്. ഇതിലെ ആക്ടിവിറ്റി ജിന്റെ EFT 16ഉം LFT 16 ആണ്, which is equal. So activity G is critical. And further activity D ന്റെ LFTയും EFTയും 13ഉം 13ഉം ആണ്, which is equal. അപ്പോൾ ഇതും ക്രിട്ടിക്കൽ ആണ്. ആക്ടിവിറ്റി സിന്റെ അതുപോലെ തന്നെ 6 ആണ്, ക്രിട്ടിക്കൽ ആണ്. എയും 5ഉം 5ഉം ക്രിട്ടിക്കൽ ആണ്. ഈ രണ്ട് ആക്ടിവിറ്റീസും ക്രിട്ടിക്കൽ അല്ല, കാരണം അതിന്റെ LFTയും EFTയും വ്യത്യാസമുണ്ട്. ഒന്ന് 3ഉം ഒന്ന് 9ഉം ആണ്. ഇതിന്റെ 11ഉം 5ഉം ആണ്. അപ്പൊ ഇതൊന്നും ക്രിട്ടിക്കൽ അല്ല. ഇതാണ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ ഐഡന്റിഫൈ കഴിഞ്ഞാൽ
നമ്മളത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഡബിൾ ലൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്യണം. ഈ ഫിഗർ ഒരു ഡബിൾ ലൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്ത ഫിഗർ ആണത്. അതിൽ ആക്ടിവിറ്റി ജി ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ഡബിൾ ലൈൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഡി സി എ എല്ലാം നമ്മൾ ഡബിൾ ലൈൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് ക്രിട്ടിക്കൽ പാത്ത്. ക്രിട്ടിക്കൽ പാത്ത് എന്ന് നമുക്ക് ഇവന്റ് ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ 1 2 4 6 7 എന്ന് പറയാം. അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഉപയോഗിച്ച് എ സി ഡി ജി എന്നതാണ് ക്രിട്ടിക്കൽ പാത്ത്. ഇനി ഇ എഫ് ടി ഒക്കെ നമുക്കൊരു ടേബിളിൽ മാർക്ക് ചെയ്യാം. ഇ എഫ് ടി എൽ എഫ് ടി ഫ്ലോട്ടും ക്രിട്ടിക്കൽ നമുക്കൊരു ടേബിളിൽ മാർക്ക് ചെയ്യാം. ആദ്യം ആക്ടിവിറ്റി എ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇ എഫ് ടി 5ഉം എൽ എഫ് ടി 5 ആണ്. എ എടുത്ത് 5ഉം 5ഉം നമ്മളിവിടെ എഴുതി. അടുത്തത് ആക്ടിവിറ്റി ബിന്റെ 3ഉം 9ഉം ആണ്. 3ഉം 9ഉം ഇവിടെ എടുത്ത് എഴുതി. ആക്ടിവിറ്റി സിന്റെ 6ഉം 6ഉം ആണ്. 6ഉം 6ഉം നമ്മളിവിടെ എടുത്ത് എഴുതി. അങ്ങനെ നമ്മൾ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഫ്ലോട്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഫ്ലോട്ട് എന്ന് പറയുന്നത് എക്സ്ട്രാ ടൈമാണ്. അതിന്റെ അവൈലബിൾ ടൈമും നെസസറി ടൈമും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഫ്ലോട്ട്. അപ്പോൾ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിന് ഫ്ലോട്ട് ഉണ്ടാവില്ല. അപ്പൊ ഈ പാത്തിൽ ഫ്ലോട്ട് 0 ആയിരിക്കും. ക്രിട്ടിക്കൽ പാത്തിന്റെ ആക്ടിവിറ്റീസിനൊക്കെ നമ്മളൊരു ഹൈഫൻ ഉപയോഗിച്ചാണ് മാർക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദർ ഇസ് നോ ഫ്ലോട്ട് ഇൻ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. ആക്ടിവിറ്റി ബി നോൺ ക്രിട്ടിക്കൽ ആണ്, ഇ നോൺ ക്രിട്ടിക്കൽ ആണ്, എഫ് നോൺ ക്രിട്ടിക്കൽ ആണ്. അപ്പൊ ബിയില് 9 - 3 അതാണ് ഫ്ലോട്ട്. അതായത് ഇതിന്റെ നെസസറി ആയിട്ടുള്ള ടൈം 3ഉം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം 9ഉം ആണ്. 3ഉം 9ഉം ആണ്. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഫ്ലോട്ട്. ശരിക്കും 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം ആക്ടിവിറ്റി ബി. പക്ഷെ 9 days നമ്മൾ അതെടുത്ത് കൺസ്യൂം ചെയ്താലും ടോട്ടൽ പ്രൊജക്ട് ടൈമിനെ അത് എഫക്ട് ചെയ്യില്ല. നമുക്ക് അപ് ടു 9 days നമുക്ക് ഡിലേ ചെയ്യാം. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഫ്ലോട്ട്. ആക്ടിവിറ്റി ബിയിലെ ഫ്ലോട്ട് 6 ആണ്. അതുപോലെ ആക്ടിവിറ്റി ഇയിലെ ഫ്ലോട്ട് 6 ആണ്. ആക്ടിവിറ്റി എഫിലും ഫ്ലോട്ട് ഉണ്ട്. ഞാനിവിടെ എഴുതാൻ വിട്ടുപോയതാണ്. 5 7ഉം 13ഉം 13 - 7 6 ആണ് ആക്ടിവിറ്റി എഫിലെ ഫ്ലോട്ട്. ഇനി ഒന്നുകൂടി നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എടുത്ത് എഴുതി. ക്രിട്ടിക്കൽ പാത്ത് എ സി ഡി ജി, എ സി ഡി ജി ഈ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഓർഡറിൽ എടുത്ത് എഴുതി. ഇനി പ്രൊജക്ട് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഈ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിലെ ഡ്യൂറേഷന്റെ സമ്മാണ് പ്രൊജക്ട് ഡ്യൂറേഷൻ. അത് ആക്ടിവിറ്റി എന്റെ ഡ്യൂറേഷൻ 5, സിന്റെ 1, ഡിന്റെ 7, ജിന്റെ 13 ഇതെല്ലാം കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് 16 യൂണിറ്റ് പ്രൊജക്ട് ഡ്യൂറേഷൻ കിട്ടി. നമ്മുടെ പ്രോബ്ലം ഇതായിരുന്നു. നമുക്കൊരു നെറ്റ്വർക്ക് ഡയഗ്രാം തന്നിരുന്നു. എല്ലാ കേസിലും തരില്ല. റിയൽ സിറ്റുവേഷനിൽ നെറ്റ്വർക്ക് ഡയഗ്രാം തരില്ല. പ്രൊജക്ട് മാനേജറാണ് ഈ ആക്ടിവിറ്റീസ് എങ്ങനെയൊക്കെ നമ്മൾ ലോജിക്കൽ സീക്വൻസിൽ അറേഞ്ച് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉപയോഗിച്ചുകൊണ്ട് തീരുമാനിക്കും. നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ ഫ്ലോട്ട്, എഫ് ടി, എൽ എഫ് ടി, ക്രിട്ടിക്കൽ പാത്ത്, പ്രൊജക്ട് ഡ്യൂറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നമ്മൾ ഫൈനലി ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യും. ഒരു പ്രോബ്ലം കൂടി നോക്കാം. എ പ്രൊജക്ട് കൺസിസ്റ്റ് ഓഫ് 6 ആക്ടിവിറ്റീസ്. ആക്ടിവിറ്റിന്റെ പേരുകൾ എ ബി സി ഡി ഇ ആൻഡ് എഫ്. ഈച്ച് ആക്ടിവിറ്റീസിന്റെ ഡ്യൂറേഷൻ 4 6 5 4 3 and 5 days റെസ്പെക്റ്റീവ്ലി. അപ്പൊ അതിന്റെ യൂണിറ്റ് ശ്രദ്ധിക്കുക, ഡേയ്സ് ആണ്. Draw a network diagram and mark the critical path. The dependency of activities is shown below. Use AOA method. താഴെ തന്നിരിക്കുന്ന ചാർട്ട് ഈ ആക്ടിവിറ്റി തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്സ് ആണ്. അതായത് ഒരു ആക്ടിവിറ്റി കഴിഞ്ഞ ഏതാണ് ആക്ടിവിറ്റിന് മുമ്പ് ഏതാണ് ആക്ടിവിറ്റി എന്നൊക്കെ നമുക്ക് ഈ ചാർട്ട് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. യൂസ് AOA മെത്തേഡ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആക്ടിവിറ്റി ഓൺ ആരോ മെത്തേഡ് മാത്രമാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഇനി ഒരു മെത്തേഡും കൂടി ഉണ്ട്, ആക്ടിവിറ്റി ഓൺ നോഡ്, AON മെത്തേഡ് എന്ന് പറയും. അതിൽ നോഡിലാണ് ആക്ടിവിറ്റി മാർക്ക് ചെയ്യുക. ലൈൻ അല്ല ഉപയോഗിക്കുക, അതിനകത്ത് സർക്കിൾ ചെയ്തിട്ടുണ്ടല്ലോ, അതാണ് ആക്ടിവിറ്റി മാർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ഈ ചാർട്ടിൽ 6 ആക്ടിവിറ്റീസ് ഉണ്ട്. A to F 6 ആക്ടിവിറ്റീസ് ഉണ്ട്. ഡിപെൻഡൻസി ബി എന്ന് പറഞ്ഞ ആക്ടിവിറ്റി എ എന്ന് പറഞ്ഞ ആക്ടിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് ആക്ടിവിറ്റി എ കഴിഞ്ഞിട്ട് വേണം ബി സ്റ്റാർട്ട് ചെയ്യാൻ.
മാത്രമല്ല ബി എന്ന ആക്ടിവിറ്റിക്ക് 6 days ആണ് ഇതിന്റെ ഡ്യൂറേഷൻ, എ എന്ന ആക്ടിവിറ്റിക്ക് 4 days ആണ് ഇതിന്റെ ഡ്യൂറേഷൻ. അടുത്തത് സി എന്ന ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ബി എന്ന ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യണം. സി എന്ന ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ 5 days ആണ്. ഡി എന്ന ആക്ടിവിറ്റിയുടെ ഡിപ്പെൻഡൻസി എ ആക്ടിവിറ്റി ഡ്യൂറേഷൻ 4 ആണ്. ലാസ്റ്റ് എഫ് എന്ന ആക്ടിവിറ്റിയിൽ 2 ആക്ടിവിറ്റി ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, സി ആൻഡ് ഇ. സിയും ഇയും കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രം തന്നെ നമുക്ക് ലാസ്റ്റ് ആക്ടിവിറ്റി എഫ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതിന്റെ ഡ്യൂറേഷൻ 5 days ആണ്. ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഈ ചാർട്ട് ഉപയോഗിച്ച് റഫായിട്ട് സ്കെച്ച് ചെയ്യാം. സ്കെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ റിലേഷൻഷിപ്സ് ഒക്കെ കംപ്ലീറ്റ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിക്കോളുന്നില്ല. നമ്മൾ ചിലപ്പോൾ സ്കെച്ച് ചെയ്ത ഡയഗ്രാം തെറ്റായിരിക്കും, അത് മായ്ച്ച് പിന്നെ ഒന്നുകൂടി വരയ്ക്കേണ്ട വരും, പിന്നെയും അത് മായ്ക്കേണ്ട വരും. ഇത് ഏറ്റവും ചെറിയൊരു പ്രൊജക്റ്റാണ്, ഇതുപോലെ എല്ലാം ആയിരിക്കില്ല വലിയ വലിയ പ്രൊജക്റ്റുകൾ. അപ്പൊ ഈ റിലേഷൻഷിപ്സ് ഉപയോഗിച്ച് മാർക്ക് ചെയ്ത ഒരു ഡയഗ്രാമാണിത്. ഇതിൽ നേരത്തെ പറഞ്ഞ ആ ചാർട്ടിൽ പറഞ്ഞ എല്ലാ ഡിപ്പെൻഡൻസിയും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ബിയും ഡിയും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എ പറഞ്ഞ ആക്ടിവിറ്റി ഫിനിഷ് ചെയ്യണം. അതുപോലെ എഫ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സിയും ഇയും ഫിനിഷ് ചെയ്യണം. സി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ബി ഫിനിഷ് ചെയ്യണം. ഇ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഡി ഫിനിഷ് ചെയ്യണം. ആ ചാർട്ടിൽ തന്നിട്ടുള്ള ഡ്യൂറേഷനും കൂടി നമ്മൾ ഈ ആരോന്റെ മുകളിൽ എഴുതി. ആരോന്റെ മുകളിൽ എഴുതുന്നതുകൊണ്ട് ആക്ടിവിറ്റി ഓൺ ആരോ എന്നാണ് പറയുക. ഇനി നമ്മൾ ഇതിൽ ഇവന്റ് മാർക്ക് ചെയ്തിട്ടില്ല. ഇവന്റ് നമ്മൾ ഫസ്റ്റ് ഇവന്റ് 1 കൊടുക്കുക, 2 കൊടുക്കുക, 3, 4, 5, 6 അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഇവന്റ് മാർക്ക് ചെയ്ത ഒരു ഫിഗർ ആണിത്. 1, 2, 3, 4, 5, 6 ഇങ്ങനെ ഇവന്റ് മാർക്ക് ചെയ്യുക. ഇനി അടുത്തത് എന്താണ്? അടുത്തത് നമുക്ക് ഇതിന്റെ ഓരോ നോഡിലെയും അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റിയിലെയും EFTയും LFTയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് ഇവിടെ നമ്മൾ ഒരു ബോക്സിൽ സ്ക്വയറിനകത്ത് 0 എന്ന് എഴുതുക. 0 പ്ലസ് ആക്ടിവിറ്റി എന്റെ ഡ്യൂറേഷൻ 4, ദാറ്റ് ഈസ് 4 പ്ലസ് 6 10 ഇവിടെ എഴുതുക. അങ്ങനെ മാർക്ക് ചെയ്ത ഒരു ഫിഗർ ആണിത്. 4 പ്ലസ് 6 10 പ്ലസ് 5 15. ആ 15 നമ്മൾ ഇപ്പൊ എഴുതില്ല, വേറെ പാത്തും കൂടി നമ്മൾ നോക്കണം. 4 പ്ലസ് 4 ദാറ്റ് ഈസ് 8. 8 പ്ലസ് ആക്ടിവിറ്റി ഇന്റെ ഡ്യൂറേഷൻ 3, ദാറ്റ് ഈസ് 11. 11ഉം ഈ നോഡിൽ 11ഉം 15ഉം രണ്ട് പാത്തിൽ 2 EFT ഉണ്ട്. അപ്പൊ അതിന്റെ ലാർജസ്റ്റ് വാല്യൂ ആണ് നമ്മൾ ഇവിടെ എഴുതുക. ലാർജസ്റ്റ് 15 ആണ്. 15 എഴുതി. 15 പ്ലസ് ആക്ടിവിറ്റി എഫിന്റെ ഡ്യൂറേഷൻ 5 days is equal to 20. അപ്പൊ നമ്മൾ EFT കംപ്ലീറ്റ് മാർക്ക് ചെയ്തു. അടുത്തത് LFT, ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം മാർക്ക് ചെയ്യാനായിട്ട് ഫൈനൽ ഇവന്റിൽ നമ്മൾ EFT എടുത്ത് എഴുതി. ആദ്യം 20 എഴുതി, എന്നിട്ട് അതിന് മുമ്പത്തെ ആക്ടിവിറ്റീസിന്റെ ഡ്യൂറേഷൻ കുറച്ചു. 20 മൈനസ് 5 15. 15 മൈനസ് 3 12. 12 മൈനസ് 4 ഈസ് 8. പക്ഷെ 8 നമ്മൾ ഇവിടെ എഴുതിയിട്ടില്ല, അത് ഒരു കൺകറന്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പാത്തും കൂടി നമുക്ക് ചെക്ക് ചെയ്യണം. 15 മൈനസ് 5 ദാറ്റ് ഈസ് 10. 10 മൈനസ് 6 4. ഇവിടെ 4ഉം ഇവിടെ 8ഉം ആണ്. അപ്പൊ അതിന്റെ ലീസ്റ്റ് വാല്യൂ 4ന്റെയും 8ന്റെയും ലീസ്റ്റ് വാല്യൂ 4 ആണ്. 4 എടുത്ത് എഴുതി. 4 മൈനസ് ആക്ടിവിറ്റി എന്റെ ഡ്യൂറേഷൻ 4 ദാറ്റ് ഈസ് 0. ഇങ്ങനെയാണ് LFT മാർക്ക് ചെയ്യുക. LFT കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ക്രിട്ടിക്കൽ പാത്ത് ഐഡന്റിഫൈ ചെയ്യണം. അതിന് LFTയും EFTയും ഈക്വൽ ആയിട്ടുള്ള പാത്ത് ആക്ടിവിറ്റീസ് ഐഡന്റിഫൈ ചെയ്യാം. ഇതിലിപ്പോ ആക്ടിവിറ്റി എഫ് ക്രിട്ടിക്കൽ ആണ്, LFTയും EFTയും ഈക്വൽ ആണ്. ആക്ടിവിറ്റി സി ക്രിട്ടിക്കൽ ആണ്, ആക്ടിവിറ്റി ബി ക്രിട്ടിക്കൽ ആണ്, എയും ക്രിട്ടിക്കൽ ആണ്. അത് ഒരു ഡബിൾ ലൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്യാം. എഫ് സി ബി 6 ഇങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ക്രിട്ടിക്കൽ പാത്ത് എടുത്ത് എഴുതുക. ക്രിട്ടിക്കൽ പാത്ത് ഈസ് ഈക്വൽ ടു ആക്ടിവിറ്റി എയും ബിയും സിയും എഫും ആണ്. അങ്ങനെ മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇവന്റ് 1 2 3 5 6 ഇങ്ങനെ ഇവന്റ് നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് ആയിട്ട് മാർക്ക് ചെയ്യാം. ഈ പാത്തിലെ ടൈം എല്ലാം കൂടി ഡ്യൂറേഷൻ എല്ലാം കൂടി ആഡ് ചെയ്യുക. 4 6 10 15 20 ഡേയ്സ് ആണ് ഈ പ്രൊജക്ടിന്റെ ഡ്യൂറേഷൻ. ഇപ്പൊ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറയുന്നത് പ്രൊജക്ട് മാനേജ്മെന്റ് ടെക്നിക്കാണ്.
നമ്മൾ പ്ലാൻ ചെയ്ത ആക്ടിവിറ്റീസ് ലോജിക്കൽ സീക്വൻസിൽ അറേഞ്ച് ചെയ്യുന്നു. അതിന്റെ ഇന്റർ റിലേഷൻഷിപ്പ് ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. നെറ്റ്വർക്കിൽ പ്ലോട്ട് ചെയ്യുന്നു. ആക്ടിവിറ്റി ഡ്യൂറേഷൻ മാർക്ക് ചെയ്യുന്നു. നോഡ് നമ്പർ ചെയ്യുന്നു. EFTയും LFTയും കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുന്നു. ക്രിട്ടിക്കൽ പാത്ത് ഐഡന്റിഫൈ ചെയ്യുന്നു. പ്രൊജക്ട് ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് സെക്കൻഡ് പ്രൊജക്ട് മാനേജ്മെന്റ് ടെക്നിക് നമുക്ക് പഠിക്കാനുള്ളത് PERT ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ PERT എന്താണെന്ന് നോക്കാം. അപ്പൊ ഇതുവരെ ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവർക്കും താങ്ക് യു.